കാർഷിക മേഖലയിലെ തൊഴിലാളി ക്ഷാമത്തിന് പരിഹാരം കാണാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന കർഷക ഗവേഷകനും ദേശീയ അവാർഡ് ജേതാവുമായ റെജി ഞള്ളാനി. ഏലം മേഖലയിലെ വിളവെടുപ്പിനടക്കം തൊഴിലാളികളെ കിട്ടാനില്ല. ഇത്തരം സാഹചര്യങ്ങളെ മറികടക്കുവാനുള്ള യന്ത്രങ്ങൾ വികസിപ്പിക്കുകയും ഒപ്പം കൃഷിക്കായി പട്ടിണിയും ദാരിദ്ര്യവുമുള്ള നാലാംകിട രാജ്യങ്ങളിൽ നിന്നും തൊഴിലാളികളെ ഇവിടേക്ക് എത്തിക്കണമെന്നും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നിവേദനം നൽകുമെന്നും റെജി ഞള്ളാനി പറഞ്ഞു. പുതിയ തലമുറ കൃഷിയിൽ നിന്നകന്ന് മറ്റു മേഖലകൾ തേടിയതോടെ ഹൈറേഞ്ചിൽ ഇപ്പോൾ കൃഷിജോലികൾക്കായി തൊഴിലാളികളെ കിട്ടാനില്ലാത്ത സാഹചര്യമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളുടെ വരവും കുറഞ്ഞു. ആകെയുള്ള ആശ്രയം ഇതര സംസ്ഥാന തൊഴിലാളികൾ. ഇവരും സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് നിലവിൽ. അതുകൊണ്ട് തന്നെ തൊഴിലാളി ക്ഷാമം മൂലം ഏലക്കാടുകളിലെ ജോലികൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല. വിളവെടുപ്പും കൃത്യസമയത്ത് പൂർത്തിയാക്കാത്തതിനാൽ 30% വിളനഷ്ടം ഉണ്ടാകുന്ന സാഹചര്യമാണെന്നും റെജി ഞള്ളാനി പറയുന്നു. ഇന്ന് ഏലകൃഷി രംഗത്ത് പ്രത്യേകിച്ച് മറ്റു ക്രോപ്പുകളെല്ലാം നോക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തൊഴിലാളികളെ കിട്ടാൻ ഇല്ലാത്തൊരു സാഹചര്യമാണ്. നമുക്കറിയാം, കേരളത്തിലെ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ഏലകൃഷിയൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ കുരുമുളക് കൃഷിയൊക്കെ പോകുന്നത്, അതിൻ്റെ വരുമാന മാർഗം എന്ന് പറയുന്ന അതിൻ്റെ ഈൽഡാണ് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഈൽഡ് എടുക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലാളികളെ കിട്ടാനില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഈ വർഷം തന്നെ കണക്കാക്കിയ ഏതാണ്ട് 30% ക്രോപ്പ് ഉൽപ്പാദനം എടുക്കാൻ കഴിയാതെ വെറുതെ മണ്ണിൽ നശിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ തൊഴിലാളികളെ കിട്ടാനില്ലാത്ത സാഹചര്യം ഉണ്ടായതിനാൽ നമുക്ക് ആവശ്യത്തിന് സമയബന്ധിതമായിട്ടുള്ള മറ്റു ജോലികളും നടക്കാതെ പോകുന്നു. ഇത്തരം സാഹചര്യത്തെ മറികടക്കാൻ കർഷകരുടെ സൊസൈറ്റികൾ രൂപീകരിച്ച പുതിയ യന്ത്രങ്ങൾ കണ്ടുപിടിച്ച് കർഷകരിലേക്ക് എത്തിക്കുകയും ഒപ്പം പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കുന്ന സൊമാലിയ, മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ആളുകളെ വിസ നൽകി കേരളത്തിലേക്ക് എത്തിക്കണമെന്നും റെജി ഞള്ളാനി ആവശ്യപ്പെട്ടു. കാരണം ഏലക്കായ എടുക്കുന്ന മെഷീൻ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ അടിയന്തരമായിട്ട് ഈ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ കാർഷിക മേഖലയ്ക്ക് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണം. അപ്പം മെക്കനൈസേഷനും അതുപോലെ പുറം രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തിച്ച് അവർക്ക് ആവശ്യമുള്ള തൊഴിൽ ഇവിടെ കൊടുക്കുകയും നമ്മുടെ ഇവിടുത്തെ കർഷകരെ സംരക്ഷിക്കുകയും ചെയ്യാനുള്ള ബാധ്യത നമ്മുടെ ഗവൺമെൻറ്റിനുണ്ട്. തീർച്ചയായിട്ടും ഈ നഷ്ടം പരിഹരിക്കാനായിട്ട് ആർക്കും പ്രയോജനമില്ലാതെ നഷ്ടപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ ക്രോപ്പിനെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ ആ വിളയെടുത്ത് നമ്മുടെ രാജ്യത്തിനും മുതൽക്കൂട്ടാക്കുന്നതിനും മറ്റു ആളുകളുടെ പട്ടിണി അകറ്റുന്നതിനും വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നുള്ള നിവേദനമാണ് ഞാൻ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും നിവേദനം നൽകിയതായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും റെജി ഞള്ളാനി പ്രതികരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന.